ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. LED റിംഗ് ലൈറ്റും സ്റ്റാൻഡും ആണ് ഇതിൽ വരുന്നത്. ഇത് ഡിജിടെക്കിൻ്റെ DRL 14C 14 ഇഞ്ച് LED റിംഗ് ലൈറ്റ് വിത്ത് 5 ഫീറ്റ് സ്റ്റാൻഡ് ആൻഡ് സ്മാർട്ട് ഫോൺ മൗണ്ട് ആണ്. ഇത് നമുക്ക് ഫോൺ വെച്ചിട്ട് ട്രൈപോഡായിട്ടും റിംഗ് ലൈറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് റിംഗ് ലൈറ്റ് ആണ്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ലൈറ്റിംഗ് എല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാവേ. ഇതാണ് കേട്ടോ നമ്മൾ സ്മാർട്ട് ഫോൺ വെക്കാനുള്ള മൗണ്ട്. കൂടെ നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡും വരുന്നുണ്ട്. 5 ഫീറ്റ് കിട്ടുന്നുണ്ട് ഇതിൽ. പക്ഷേ ഞാൻ വാങ്ങിച്ചതിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു മിനി ട്രൈപോഡ് പറയുന്നുണ്ടായിരുന്നേ, പക്ഷേ അതെനിക്ക് ഡെലിവർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ റീപ്ലേസ് ചെയ്തു, പക്ഷേ അതിലും ഓർഡറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് എനിക്ക് വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. അതേ സെയിം സാധനം എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചപ്പോൾ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് റീപ്ലേസിങ്ങിനൊന്നും പോയില്ല. ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റ് കിട്ടുവേ. ഞാനിത് വീഡിയോ എടുക്കുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരുന്നത്. അതാണ് ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ ഹൈറ്റും ഫോണിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിച്ചത് 2023 ഒക്ടോബറിലാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് 2024 ജൂൺ 25-നാണ്. അതായത് കറക്റ്റ് 8 മാസമായി. ഇപ്പോൾ എൻ്റെ ട്രൈപോഡിൻ്റെ അവസ്ഥ കണ്ടോ. ഇതിൻ്റെ ലൈറ്റിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി. ലൈറ്റ് കണക്ട് ചെയ്യണ അവിടെ പൊട്ടിപ്പോയി, ഫോൺ മോൾഡ് ചെയ്യണ അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്മേൽ ഫോണ് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. ഞാൻ പുതിയ ട്രൈപോഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ വന്ന ശേഷം ഇടാം. കറക്റ്റ് ഒരു പ്ലേസിൽ തന്നെ വെച്ച് വീഡിയോ എടുക്കുന്നവർക്ക്, ഹൈറ്റും ഫോണിൻ്റെ പൊസിഷനൊക്കെ ഏകദേശം ഒരേ ലെവലിലൊക്കെ നിർത്തുന്നവർക്ക് ഈ സ്റ്റാൻഡ് യൂസ്ഫുൾ ആണ് കേട്ടോ. പക്ഷേ എപ്പോഴും ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആയി പോകുന്നുണ്ട്. അത് ലൈറ്റൊക്കെ ഉണ്ടായി ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലൈറ്റിൻ്റെതെല്ലാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോൺ വയ്ക്കുമ്പോൾ ഫോണിൻ്റെ വെയിറ്റ് അത് താങ്ങുന്നില്ല. ഇതിൻ്റെ ലൈറ്റിന് 3 മോഡ് കളറൊക്കെ ഉണ്ട്. കൂടാതെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റാണിത്. പക്ഷേ ഇതിൻ്റെ പാർട്സൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നു. ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടായാലും നമുക്ക് ലൈറ്റിൻ്റെയും ഫോൺ വയ്ക്കാനൊരു സെപ്പറേറ്റ് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല. രണ്ടിനും കൂടി ഒന്ന് മതിയായിരുന്നു. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ആമസോണിൽ 1099 രൂപയായിരുന്നു. ഇപ്പോൾ അത് 1299 രൂപയായിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റിൻ്റെയും ഫോൺ മൗണ്ടിൻ്റെ ഒക്കെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ബാൾ മൗണ്ടിൻ്റെ മൂവ്മെൻറ്റിലാണ്. ഈ ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതെല്ലാം കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗം പൊട്ടിയത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ ആ റൗണ്ട് വരുന്ന ഭാഗം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പിരി പൊട്ടിപ്പോയി. ഇതുപോലത്തെ 3 അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ഉണ്ട്. ഇതിൻ്റെ 2 പെട്ടെന്ന് ഇതുപോലെ പൊട്ടിപ്പോയി. ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രനേറോയുടെ S13 Pro വയർലെസ് മൈക്കും കൂടി വാങ്ങിയിരുന്നേ. ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്കാണേ. ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്